മയക്കുമരുന്ന് ഉപയോഗിച്ചെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമായി അധ്യാപകർ ആദിത്യനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് സഹോദരനും പ്രതികരിക്കുകയുണ്ടായി. ആ പ്രതികരണം കൂടി. ഇപ്പോഴാണ് ഞങ്ങളുടെ ഇപ്പോഴാണ് പറഞ്ഞത്. ആദ്യയുടെ അമ്മയുടെ അടുത്ത് കുറച്ച് നാൾ മുമ്പ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ ഡ്രഗ്സ് കൊടുക്കുന്നു എന്നെ ആദ്യം പറഞ്ഞു. എന്നിട്ട് പിള്ളേരുടെ ഇടയിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ട് പറഞ്ഞു, നീയാണ് കൊടുക്കുന്നത്, നിന്നെ പെടുത്തു എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അങ്ങനെയല്ല. അപ്പോൾ പിള്ളേർ അവൻ്റെ കൂടെയുള്ള എല്ലാ കുട്ടികളും പറഞ്ഞു ആദ്യം അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഈ സാറ് മാറ്റി ചേർത്തിട്ട് പറഞ്ഞു ആദ്യം നീ ചെയ്യില്ലെന്നറിയാം, പക്ഷേ ചെയ്യുന്നവരെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, നീ കാണിച്ചു തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ നല്ലപോലെ ഹരാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം എന്ന് ക്ലാസ്സിൽ ചെന്നാലും ഇതിൻ്റെ ഈ ഒരു എന്തോ ഡ്രഗ്സിൻ്റെ പേര് പറഞ്ഞിട്ട് അവനെ അങ്ങനെ ചോദ്യം ചോദിക്കാൻ വേണ്ടി എണീറ്റ് ഇരുത്തിയാലും നീ അതല്ലേടാ എന്നുള്ള രീതിയിൽ സംസാരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യം ഫ്രണ്ട്സ് ഇന്നലെ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അവർ കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ പറഞ്ഞു ചേട്ടാ ആദ്യം അതിൽ വിഷമമുണ്ടെന്ന് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തായിരുന്നു. ഈ ഉപയോഗിക്കുന്നവരെ കാണിച്ചു കൊടുക്കാത്തതിൻ്റെ രീതിയിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമലേഷ് തെക്കേക്കാട് ചേരുകയാണ് വിശദാംശങ്ങളുമായി. കമലേഷ്, ഗുരുതരമായ ആരോപണമാണ് ആദിത്യന്റെ കുടുംബം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ DK ശിവകുമാറിന്റെ ഭാര്യാബന്ധുവിന്റെ ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോലും അവർക്കാണ് കൂടുതൽ പരിഗണന ലഭിച്ചത്. കുടുംബ പ്രശ്നമാക്കി മാറ്റി തീർക്കുവാൻ ശ്രമിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അധ്യാപകനെതിരെയുമുണ്ട് ഗുരുതര ആരോപണം. എന്താണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? സിന്ധൂരി, തീർച്ചയായും ആദിത്യൻ്റെ മരണം സംഭവിക്കുന്നത് ബുധനാഴ്ചയാണ് ഒരു 11 മണിയോടുകൂടി. പക്ഷേ അതിനുശേഷം സുഖമില്ല, ആദിത്യന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന വിവരമാണ് വീട്ടുകാർക്ക് ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടുകാർ ബംഗളൂരുവിലേക്ക് പോവുകയും ചെയ്തു. പിന്നീടാണ് മരണവിവരം അറിയുന്നത്. തുടർന്ന് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയതിന് ശേഷം മൃതദേഹം അരുവിക്കരയിലുള്ള കളത്തുകാലിലുള്ള വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ പൊതുദർശനം ഉൾപ്പെടെ പുരോഗമിക്കുകയാണ്. 12:30 സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. ഇപ്പോഴുള്ള വീട്ടിലല്ല, തൊട്ടടുത്ത് തന്നെയുള്ള കുടുംബ വീട്ടിലാണ് സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കുക. ഏതായാലും ഈ മരണവുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദിത്യൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ആദിത്യൻ്റെ ഒരു ബന്ധു ഉൾപ്പെടെ ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ആരോപണ വിധേയനായി നിൽക്കുന്നത് ഈ BTL നഴ്സിംഗ് കോളേജിലെ ഒരു അധ്യാപകനായിട്ടുള്ള സന്ദീപ് പാണ്ഡെ എന്നയാളാണ്. നിരന്തരം ആദിത്യൻ ഉൾപ്പെടെയുള്ള മറ്റ് വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ഇയാൾ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ശാരീരികമായി ഉൾപ്പെടെ ഇയാൾ വിദ്യാർത്ഥികളെ ഉപദ്രവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ അവർ പുറത്തേക്ക് വിടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ BTL കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിൻ്റെ ഭാര്യ സഹോദരിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കർണാടക പോലീസ് സ്വാഭാവികമായും ഈ മാനേജ്മെൻറ്റിന് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ കുടുംബം, ആദിത്യൻ്റെ കുടുംബം പോലീസ് സ്റ്റേഷനിലെത്തിയ ഘട്ടത്തിൽ ഉൾപ്പെടെ അവരെ പരാതി സ്വീകരിക്കാൻ ആദ്യഘട്ടത്തിൽ പോലീസ് തയ്യാറായില്ല എന്ന ആക്ഷേപം അവർ മുന്നോട്ട് വെക്കുന്നു. മണിക്കൂറുകളോളം അവരെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുന്ന സാഹചര്യമുണ്ടായി. പിന്നീടാണ് ഈ കോളേജിലെ അധികൃതർ സ്റ്റേഷനിലെത്തുന്നത്. അവരോട് ആദ്യഘട്ടത്തിൽ ആശയവിനിമയം നടത്തിയതിന് ശേഷമാണ് ആദിത്യൻ്റെ കുടുംബത്തെ പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറ്റിയത് എന്ന ആരോപണം കൂടിയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. സ്വാഭാവികമായും ഈ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നതിനുള്ള ഒരു നിലപാടാണ് പോലീസ് കൈക്കൊള്ളുന്നത് എന്ന വലിയ ആക്ഷേപവും കുടുംബം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അക്കാര്യത്തിൽ ആദിത്യനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഈ അധ്യാപകൻ്റെ ഭാഗത്തു നിന്നും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന ആക്ഷേപം കുടുംബം മുന്നോട്ട് വെക്കുന്നു. അതിൻ്റെ പേരിൽ പല ഘട്ടങ്ങളിലായി വലിയ മാനസിക പീഡനം ആദിത്യന് അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആദിത്യൻ്റെ കുടുംബം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ മരണം നടക്കുന്നതിൻ്റെ തൊട്ട് തലേന്നാൾ വരെ ആദിത്യൻ വീട്ടിലേക്ക് വിളിച്ചിരുന്നു, വളരെ സന്തോഷത്തോടെ സംസാരിച്ചിരുന്നു. ഒരു കാരണവശാലും അത്തരമൊരു ആത്മഹത്യയിലേക്ക് ആദിത്യൻ പോകില്ല എന്ന് കുടുംബം ഉറച്ചു പറയുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ പരാതികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം ആലോചിക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം എന്ന കാര്യം തന്നെയാണ്. ഇത് ഈ ആദിത്യൻ്റെ ബന്ധു നേരത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഏതെങ്കിലും ഒരു ആദിത്യന് വേണ്ടിയോ അല്ലെങ്കിൽ നിതിൻ രാജിന് വേണ്ടിയോ അങ്ങനെ ഒരാൾക്ക് വേണ്ടിയല്ല, മുഴുവൻ സ്റ്റുഡൻസിനും മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ്. ഇത്തരത്തിൽ പലതരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങി വിദ്യാർത്ഥികൾ ഓരോന്നായി ഇങ്ങനെ പേരുകൾ മാത്രമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ഈ നിലയിൽ ആത്മഹത്യയിലേക്ക് പോകുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഈ ഒരു പ്രവണത തന്നെ ഇല്ലാതെയാകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും ആദിത്യൻ്റെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരു 12:30 പൂർത്തിയാക്കും എന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. സിന്ധൂരി.
കമലേഷ്, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കമലേഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അധ്യാപകർ വിദ്യാർത്ഥികളോടുള്ള മനോഭാവം. ഇപ്പോൾ നോക്കൂ, ആദിത്യൻ്റെ സഹോദരൻ പറഞ്ഞത് താനല്ല മയക്കുമരുന്ന് ഉപയോഗിച്ചതെന്നറിയാം, പക്ഷേ കൂടെയുള്ളവരുടെ പേര് പറയുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് അധ്യാപകരാണ്. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഈ വിദ്യാർത്ഥികളെ തങ്ങളുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ക്രൂരതയല്ലേ അവിടെ നിന്ന് നമ്മളിലേക്ക് എത്തുന്നത്? നിതിൻ രാജിനും സമാനമായ ഒരു സാഹചര്യമായിരുന്നല്ലോ. സിന്ധുരി, തീർച്ചയായും ആ നിലയിലുള്ള ആക്ഷേപങ്ങൾ തന്നെയാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ അധ്യാപകർ തന്നെ പറയുന്നുണ്ട്, അതായത് ആദിത്യൻ ഇത്തരത്തിൽ മയക്കുമരുന്നോ അങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളല്ല എന്ന് തങ്ങൾക്കറിയാം, പക്ഷേ ഇതാരൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ വിവരങ്ങൾ ആദിത്യൻ അധ്യാപകർക്ക് കൈമാറണം എന്ന ആവശ്യം ഉന്നയിച്ചാണ് ഈ നിലയിൽ ആദിത്യനോട് സംസാരിച്ചിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിന് ആദിത്യ തയ്യാറായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഒരു പക്ഷേ പിന്നീട് ക്ലാസ്സിൽ ഇരിക്കുന്ന ഘട്ടങ്ങളിലും ചോദ്യം ചോദിക്കുന്ന വേളയിലും ഒക്കെ തന്നെ ആദിത്യനെ ഈ ലഹരിയുമായി ചേർത്തുകൊണ്ട് ആദിത്യനെ അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് അധ്യാപകർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായും നിന്നത് ഈ സന്ദീപ് പാണ്ഡെ എന്ന അധ്യാപകനാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സന്ദീപ് പാണ്ഡെയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ അതിനുശേഷം പുറത്തേക്ക് വരുന്നു. ചില വിദ്യാർത്ഥികളെ ശാരീരികമായി ആക്രമിക്കുന്ന നിലയിലേക്ക് ഈ സന്ദീപ് പാണ്ഡെ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ അവർ കാണിക്കുന്നുണ്ട്. അതൊരു പക്ഷേ പുറത്തുവിടാൻ പരിമിതികളുള്ളത് കൊണ്ട് അവർ പങ്കുവെക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലെ ഒരു സാഹചര്യം. ഏതായാലും വലിയ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഈ മാനേജ്മെൻറ്റിനെതിരെ, അവിടുത്തെ അധ്യാപകനെതിരെ കുടുംബം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം തന്നെയാണ് വേണ്ടത്. പക്ഷേ പോലീസും മാനേജ്മെൻറ്റിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന ഒരു ആക്ഷേപം കൂടി കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. സെന്തുരി, ശരി, വ്യക്തമാണ് കമലേഷ്. എന്തായാലും 12-ഓടുകൂടി ആദിത്യൻ്റെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കുടുംബ വീട്ടിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഗുരുതരമായ ആരോപണങ്ങളാണ് ആദിത്യൻ്റെ കുടുംബം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങളാണ് കമലേഷ് തെക്കേക്കാട് പങ്കുവച്ചത്.